Stars. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് ഡ്യുവറ്റ് പാടിയ എക്സ്പീരിയൻസ്? എനിക്ക് പറയാൻ കഴിയില്ല. ഞാനെങ്ങനെ പറയും? ആദ്യമായിട്ടല്ലേ പാടണേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു? പാടി. ശരി, സന്തോഷം തോന്നിയോ അതോ ഇനി മേലാ ജീവിതത്തിൽ ഡ്യുവറ്റ് പാടില്ല എന്നാണോ തോന്നണേ? ഇല്ല, ഡ്യുവറ്റ് പാടാൻ ഇനിയും പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ശരി, ഞാനും പ്രാർത്ഥിക്കാം. ഇനിയും പാടണമെന്നുണ്ട്. ഇനിയും ഡ്യുവറ്റ് പാടണമെന്നുണ്ട്. ഓക്കെ, ശരി. മീനുവിനോ ആദ്യമായിട്ടല്ലേ ഡ്യുവറ്റ് പാടണേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായി തോന്നി. ഒന്നുകൂടി ടെൻഷൻ കുറഞ്ഞ പോലെ ഒറ്റക്ക് ടെൻഷൻ പകുതി ആയില്ലേ ഇപ്പൊ? ഓക്കെ, നന്നായി പാടി രണ്ടുപേരും. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചേച്ചി, രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി കേട്ടോ. വൈശാഖിന് പ്രോബ്ലം വന്ന സ്ഥലം എവിടെന്നറിയാമോ? ആ നീലാകാശം അങ്ങനെയല്ല, അകലെയൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. അത് വരില്ലേ? അതൊന്നൊരു അത് പാടും. അകലേ നീ ഇങ്ങനെ വന്ന് വീണേ അതിലോട്ട്. അകലേ പതുക്കെ വന്ന് താഴേക്ക്. അതെ, അങ്ങനെ അത് അങ്ങനെയാണ് ഒറിജിനൽ ഉള്ളത്. നീലാകാശം അത് നീ എന്നാണ് പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, നീ അതാണ്. അങ്ങനെ കുറച്ചൊരു സ്ട്രെസ് ഇടയ്ക്ക് വരണമായിരുന്നു. നീലാകാശം, അതൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിക്കാത്തോണ്ട് പറ്റുന്നതാണ് കേട്ടോ, ശ്രദ്ധിച്ച് പഠിക്കാത്തോണ്ട് പറ്റുന്നതാണ്. ചരണമൊക്കെ കുഴപ്പമില്ലായിരുന്നു. മണവും പാടി ആ പോർഷൻ കൂടെ ഒന്ന് പാടാമോ? പാടി വരും നദിയും കുളിരും പരിജാത മലരും മണവും പാടി വരും. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. കുറച്ചൊരു ഒരു ക്ലാസിക്കൽ കൂടുതൽ അതിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കണം കേട്ടോ. ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ അത്രയധികം ക്ലാസിക്കലായിട്ട് പാടണ്ട, അത് കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാൻ നോക്കണം വൈശാഖ് കേട്ടോ. മിനുവിന് ശബ്ദത്തിനൊരു തുറക്കാൻ ഒരു അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. ശബ്ദം എങ്ങനെയാണോ അത് മോക്കുന്ന വോയിസ് അടച്ചിട്ടുണ്ടോ? ഇങ്ങനെ തന്നെയാണ്, ഒരു അടപ്പ് ഫീൽ ചെയ്തു. പിന്നെ ഹൃദയാകാശത്തിലൊരു എക്സ്ട്രാ വേറൊരു മിഡിൽ പല്ലവി വരുമ്പോൾ വേറൊരു സംഗതി ഉണ്ട്, അത് പാടിയിട്ടില്ലല്ലോ മോളെ. നരികിലിൻ്റെ ഹൃദയാകാശം എന്നൊരു സാധനല്ലേ മാം? രണ്ടാമത്തെ പാട്ടില്ല, പുതിയ സിനിമയിലത്തെ സോങ്ങിലാണെങ്കിൽ പഴയതിലും ഉണ്ട്. മോള് പാടിയത് പുതിയതാണോ? അല്ല, പഴയതാണ്. പഴയ വേർഷനിൽ അതുണ്ടല്ലോ, ഞാനൊക്കെ പഴയ വേർഷൻ കേട്ടാണല്ലോ പഠിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചരണം കഴിഞ്ഞ് വരുന്ന പല്ലവിയിൽ അങ്ങനെ ഒരു വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് ജാനകിയമ്മ. അതിനി വേണമെങ്കിൽ പോയിട്ട് ശ്രദ്ധിച്ചു നോക്കും. ഞാനൊക്കെ പഴയത് കേട്ടല്ലേ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്, അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. മറന്നുപോയതായിരിക്കും. മറന്നുപോയതല്ല, അത് കേട്ടതായിട്ട് ഓർക്കണില്ല. ഓക്കെ, വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ കേട്ടു നോക്കൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാസേട്ടാ, വൈശാഖ് സെലക്ട് ചെയ്ത സോങ് ആണെങ്കിലും ഇതിൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് മീനുവിൻ്റെ സിംഗിങ്. അപ്പോഴത്തേക്ക് മോൻ സ്വന്തമായിട്ട് പാട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോങ് ഒന്ന് സെലക്ട് ചെയ്യണം. പാട്ട് ഓക്കെയാണ്, പാടിയതും സംഭവം ഓക്കെയാണ്, പക്ഷെ ഓവറായിട്ട് ഒരു ക്ലാസിക്കലിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ടോട്ടലായിട്ട് ഫീൽ ചെയ്തത്. അതാണ് മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. മീനുവിൻ്റെ സിംഗിങ് ഒത്തിരി കൺട്രോൾഡ് ആയിരുന്നു. വോയിസും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മുകളിലായിട്ടും മീനു ഇന്ന് പെർഫോം ചെയ്തു. എനിക്ക് പ്രശ്നമായിട്ട് വൈശാഖിൻ്റെ ഇതായിട്ടാണ് തോന്നിയത്. അതുപോലെ ഈ താഴേക്ക് വരുന്ന നോട്ടുകളൊന്നുമേ ക്ലിയർ അല്ല, മുകളിലേക്ക് പോകുന്നത്. പിന്നെ ഒരു വേർഡ് സെക്കൻഡ് ചരണത്തിൽ എന്തോ നിൽപ്പുകയാണോ അത് നിൽക്കുകയാണോ? നിൽപ്പു എന്നേ പറയുള്ളൂ, നിൽപ്പുക എന്ന് പറയുമോ എനിക്കറിയില്ല. ചേച്ചി എന്തോ നിൽക്കുകയാണോ അതോ നിൽപ്പുവാണോ? നിർവൃതിയായി നീ നിൽക്കുകയാണ് ആത്മാവിൽ.
നിൽപ്പു, ഞാൻ നിൽപ്പു അല്ലെങ്കിൽ നീ നിൽപ്പു അങ്ങനെ പറയും. നിൽപ്പുക, നിൽപ്പു എന്ന് പറയും, നിൽപ്പുക എന്ന് പറയില്ല, നിൽക്കുക. നിൽക്കൂ. അതൊക്കെ പോട്ടെ, അത് വലിയ തെറ്റൊന്നും ആയിട്ടല്ല. പാട്ടിന്റെ ടോട്ടൽ വെച്ച് ഇതൊരു വളരെ ചെറിയൊരു തെറ്റാണ്. അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു പാട്ടൊന്ന് സെലക്ട് ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ പാട്ടിൽ മോനൊന്നും കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മീനുവിന് സത്യത്തിൽ ഈ പാട്ട് ഒരു പ്ലസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അധികം ശ്രുതിക്ക് മോന് വലിയ പ്രശ്നം തോന്നിയില്ല, ശ്രുതിയൊക്കെ കറക്റ്റായിരുന്നു. പാട്ട് ഒരു ഇച്ചിരി അങ്ങ് കൂടുതലായിട്ട് ലൈറ്റ് മ്യൂസിക്കായിട്ട് തോന്നിയില്ല. അടുത്ത ഇനിയും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ട് വരും കേട്ടോ.